ഈ പമ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഈലവ് ബ്രാൻഡിന് കീഴിൽ വരുന്ന 18 വാട്ട്സിൻ്റെ ഒരു സബ്മേഴ്സിബിൾ പമ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നോർമൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന സബ്മേഴ്സിബിൾ പമ്പുകൾ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ കിണറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് വൈൻഡ് ചെയ്തിട്ടുള്ള മോട്ടറാണ്. അതിലേക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന സമയത്ത് അത് തിരിയാണ് ചെയ്യുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകളിൽ പ്രത്യേകിച്ച് ഫിഷ് ടാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇത്തരം മോഡലുകളിൽ യൂസ് ചെയ്യുന്നത് ഒരു കോപ്പർ വൈൻഡിങ്ങോ അങ്ങനെ വൈൻഡിങ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടറല്ല. ഇതിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ട്രാൻസ്ഫോമറാണ്, രണ്ട് മാഗ്നറ്റിക് ഇമ്പല്ലറാണ്. ഇത് രണ്ടും രണ്ട് കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ട്രാൻസ്ഫോമർ എപ്പോക്സി ഉപയോഗിച്ച് വാട്ടർ പ്രൂഫായിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിലാണ് മാഗ്നറ്റിക് ഇമ്പല്ലർ ഇരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരികയും അതിൽ നിന്ന് ഇലക്ട്രിക് തരംഗങ്ങൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഇമ്പല്ലർ തിരിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള പമ്പുകൾ എങ്ങനെ യൂസ് ചെയ്താലാണ് ലോങ് ലാസ്റ്റ് ചെയ്യുക എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ട്രാൻസ്ഫോമർ ഉള്ളതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമുക്കറിയാം വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് ആണ്. അതേസമയം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ അത്തരം സമയങ്ങളിൽ ഈ പമ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്യിച്ചാലും അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനുള്ള സമയത്ത് വർക്ക് ചെയ്യിച്ചാലും ഇതിൻ്റെ ട്രാൻസ്ഫോമർ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പുറകിലത്തെ കമ്പാർട്ട്മെൻറ്റ്. ഇതിനകത്താണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. അത് ഈ വെളുത്ത എപ്പോക്സി ഉപയോഗിച്ച് വാട്ടർ പ്രൂഫായിട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സബ്മേഴ്സിബിൾ പമ്പുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ വയർ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ഇറക്കുക, കയറ്റുക, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഈ വയറും ആ എപ്പോക്സി ഫില്ലിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ വോൾട്ടേജ് ഉള്ള സമയങ്ങളിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള സമയങ്ങളിലും പരമാവധി ഇത് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഇമ്പല്ലറിന് പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പമ്പ് വെള്ളത്തിലിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ വോൾട്ടേജ് കിട്ടിയാൽ തന്നെയാണ് ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് തിരിയാനായിട്ട് സാധിക്കുന്നത്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലോയിൽ വരുന്ന വ്യത്യാസം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പമ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കിണറ്റിലെ പമ്പ് ഒന്ന് ഓൺ ചെയ്യുക. നമുക്കറിയാം അത് ഓൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വോൾട്ടേജ് ഒന്ന് ഡിം ആവുന്നത് കാണാം. അതായത് ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ പെട്ടെന്ന് കുറയുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്താണ് പഴയ വോൾട്ടേജിലേക്ക് തിരിച്ചു വരുന്നത്. അത് ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ തന്നെയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പമ്പ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി ഈ ഒരു പമ്പ് ഡേ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ, പിന്നെ രാത്രി 12 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ടൈമർ സ്വിച്ച് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പമ്പ് യൂസ് ചെയ്യാതിരിക്കുക. ട്രാൻസ്ഫോമർ ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുക്കുക. നമ്മൾ മാക്സിമം ഒരു ദിവസത്തിൽ 3 മണിക്കൂറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുവരെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല.